മക്കളെ, അപ്പൊ എല്ലാവരും പുതിയ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മക്കളുടെ ചെറിയ ക്ലാസ്സുകളിലാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല സൊല്യൂഷനാണ് സൈലത്തിന്റെ ക്ലാസ് 1-2 എന്ന് പറയുന്ന ചാനലുകൾ. നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുകയാണ് അല്ലേ? അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ നിങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ പാരൻസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. പാരൻസിന് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. ഈ കുട്ടികളെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അവർക്കാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനേക്കാൾ കൂടുതൽ അല്ലേ ഓരോ കാര്യങ്ങളും ഭയങ്കര കൗതുകത്തോടു കൂടിയായിരിക്കും അവർ നോക്കി കാണുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്കും മക്കളുടെ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കാനും അവരുടെ കൂടെ ഇരുന്ന് സമയം ചെലവഴിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടെ ഒന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാനലായിരിക്കും സൈലത്തിൻ്റെ ക്ലാസ് 1-2 എന്ന് പറയുന്നത്. പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കുറേ രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ ക്ലബ് ചെയ്തുകൊണ്ടായിരിക്കും ടീച്ചേഴ്സ് ഇതിലെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക. അതുമാത്രമല്ല അവർക്ക് വേണ്ട അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ട കുറേ കുഞ്ഞു ട്രിക്കുകളും ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പുതിയ വീഡിയോസ് നമ്മൾക്ക് വരുന്നുണ്ടാവും. പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പല ആളുകളും മലയാളം എഴുതുന്നതിൽ ഭയങ്കര വീക്കാണ്. കാരണം അവർക്ക് അക്ഷരമാലയിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ ഏറ്റവും ആദ്യം പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആൽഫബറ്റ്സ് അതുപോലെ തന്നെ മലയാളം അക്ഷരമാല ഇത് രണ്ടും മക്കൾക്ക് കൃത്യമായിട്ട് അറിയോ എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്പേഴ്സ് കൃത്യമായിട്ട് അവരുടെ ഉള്ളിലേക്ക് പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരുപാട് ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അണ്ടിൽ ദെൻ ബൈ.